വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ 48 hours നോ സ്ലീപ്പിംഗ് ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് സ്പെഷ്യലി എനിക്ക് ഒടുക്കത്തെ ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നെക്കൊണ്ട് ഒരു ദിവസം പോലും പറ്റില്ല. ഞാൻ ഇവിടെ ഒടുക്കത്തെ ബിൽഡൊക്കെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ബിൽഡ് കുറഞ്ഞ്, എന്നാൽ ഇത്ര ബിൽഡ് ആക്കി വെച്ചിരിക്കുന്നത് എനിക്ക് കുറെ മണിക്കൂർ സമയം വേണം ഉറങ്ങാൻ. ഒരു ദിവസം പോലും പറ്റില്ല, സത്യം പറയുകയാണെങ്കിൽ പറ്റില്ല. എനിക്ക് അറിയാം എന്നിട്ട് എന്തിനു ചെയ്യാൻ പോകുന്ന അറിയത്തില്ല. പക്ഷെ നമ്മൾ 48 hours, ആദ്യത്തെ 24 hours ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമായിട്ട് എന്നെ വന്ന് ഏതെങ്കിലും വഴി വെച്ച് ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് 2000 രൂപ കൊടുക്കും കേട്ടോ. റാൻഡമായിട്ട് ഞാൻ എവിടെയെങ്കിലും ഞാൻ മോസ്റ്റ്ലി കാറിലും ഇങ്ങനെ കറങ്ങി നടക്കുകയായിരിക്കും 48 മണിക്കൂറും. ഉറങ്ങില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ചാലഞ്ചൊക്കെ ലെജിറ്റ് ചെയ്യാറുള്ള, അതുകൊണ്ട് ആ ഡൗട്ട് നിങ്ങൾക്ക് വേണ്ട. ഉറങ്ങില്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങില്ല. അതെന്റെ മോന്തയ്ക്കകത്ത് കാണാൻ പറ്റും. അല്ലാതെ ഇറക്കം വരുന്നെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മോന്തയ്ക്ക് കുറച്ച് ഒരു 10 മണിക്കൂർ, ഒരു 15 മണിക്കൂർ കഴിയുമ്പോൾ എന്റെ മോന്തയ്ക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 48 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ മോസ്റ്റ്ലി പിന്നെ വണ്ടി എനിക്ക് ഏകദേശം ഒരു ദിവസമൊക്കെ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എവിടെയെങ്കിലും വെക്കേണ്ടി വരും. പിന്നെ ഞാൻ തീരാപ്പാരം നടപ്പായിരിക്കും, അല്ലെ വണ്ടി തന്നെ ഇരിപ്പായിരിക്കും. എനിക്കറിയില്ല എന്താവുമെന്ന്, നമുക്ക് പറ്റുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്ക് എന്നാലും ഇപ്പൊ തൽക്കാലം എത്ര മണിയായി? ഞാൻ എഴുന്നേറ്റത് 10 മണിക്കാണ്. ഇപ്പൊ വണ്ടി എടുത്ത് പുറത്തിറങ്ങി. ഇപ്പൊ 11:30 ആവുന്നുണ്ട് കേട്ടാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? 11:30 ഞാൻ ഇറങ്ങി റോഡിന്റെ സൈഡിൽ നിൽക്കത്തില്ലല്ലേ. 10 മണിക്ക് എഴുന്നേറ്റത്. 10 മണിക്കല്ല, അതിന് മുമ്പ് എഴുന്നേറ്റത്. എന്നാലും ഞാൻ 10 മണിക്ക് എഴുന്നേറ്റെന്ന് പറയുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയം മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ 10 മണിയായി. 1.5 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ 48 hours ചാലഞ്ച്. എന്നാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ പോവാം, കറങ്ങി കിടക്കാം, എന്തെങ്കിലും കഴിക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ ചായ ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആകത്തുള്ളൂ. ഞാൻ പോകും, തിരിച്ചു വരാൻ പറ്റുമോ? എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഈ 48 മണിക്കൂർ പോട്ടെ, 24 മണിക്കൂർ തന്നെ ഞാൻ ഇവിടെ ഒരു ഈച്ച ഉണ്ടല്ലോ, ഓടിച്ചൊരു തീരുമാനം എവിടെയെങ്കിലുമൊക്കെ എത്തും ഞാൻ. പിന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലാകത്തില്ലല്ലോ ഞാൻ. തിരിച്ചപ്പേക്കണ ഒരു 48 മണിക്കൂറിന് പിന്നെ പറയണ്ട. എനിക്ക് ജീവൻ പോലും കാണുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ ടൗണിലോട്ട് പോയി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, മെമ്മറി കാർഡൊക്കെ സ്ഥലത്ത് കൊടുക്കണം. അത് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഹൈവേയിൽ ഓടിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ 7 മണിക്കൂറൊക്കെ ഉറക്കം നല്ലതായിട്ട് ഇരിക്കും. എനിക്ക് 7 മണിക്കൂറൊന്നും ഒന്നും ആകില്ല. 9 മിനിമം. എന്നെ ആരും ശല്യപ്പെടരുത്. ഞാൻ എൻ്റെ റൂമൊക്കെ അടച്ചിട്ട് വെച്ചിരിക്കുക. എന്നെ ആരും ഇടക്കറി വിളിക്കരുത്. എൻ്റെ ഉറക്കം വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ദിവസം പോകും. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പം ഭൂമി ഉരുണ്ടതല്ലേ, നമുക്കിങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കാം. നാളെ രാവിലെ 10 മണിയാക്കട്ടെ. അതാണ് ഫസ്റ്റ് ടാസ്ക്. ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഫസ്റ്റ് വേണേൽ നമുക്കില്ലേ സ്റ്റാർബക്സ് പിടിക്കാം. സ്റ്റാർബക്സിൽ നിന്ന് ഒരു കോഫിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റാവും. ഇന്ന് നോക്കാം. അപ്പോൾ ഈ കോഫിയൊക്കെ എത്ര എഫക്റ്റീവ് ആണെന്ന് നമുക്ക് അറിയാം. ഇനി ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ സ്റ്റാർബക്സിലെത്തി. ഏകദേശം ഇവിടം വരെ എത്താൻ തന്നെ 2 മണിക്കൂർ എടുത്ത്. ഇപ്പോഴത്തെ സമയം 1:21. അപ്പം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിക്കൂർ 21 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ആഷ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്ത് വേണം ചെയ്യാം, അതെല്ലാം ചെയ്യാം. മൂവിക്ക് മൂവി, ഷോപ്പിങ്ങിന് ഷോപ്പിംഗ്, എല്ലാം. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ തോന്നുന്നു, എന്തൊക്കെ എക്സ്ട്രീം വെറുതെ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ സാറ് ചെയ്യാത്ത കാര്യങ്ങൾ ഒരു ഇപ്രാവശ്യം ചെയ്യാം. അപ്പം നമുക്ക് എന്തായാലും എല്ലാം കൂടി തുടക്കം വെക്കുന്ന ഒരു ചായയിലാകാം. സ്റ്റാർബക്സിൽ നിന്ന് ചായ കുടിച്ച് നമുക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, വെറും വയറ്റിലാണ്. ഇവിടെ സ്ഥലമൊന്നുമില്ല പാർക്ക് ചെയ്യാൻ. ഒരു ടാസ്ക് ഒരു മൂലക്കേറ്റ് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർബക്സ് ചെയ്തിരിക്കുന്നു. ഒരു ചായ എക്സ്ട്രാ കഫീൻ ആഡ് ചെയ്തിട്ട് മേടിക്കാം. നല്ലതായിട്ട് ചായപ്പൊടി കലക്കി വെക്കാം. ഒരാഴ്ച വരെ ഉറക്കം വരരുത് എനിക്ക്. എന്തോ കുടിക്കണേന്ന് നോക്കാം. ഫുഡിൻ്റെ ആവശ്യമില്ല. ഞാൻ ഹോട്ട് മേടിക്കണം, കോൾഡ് മേടിക്കണം. എന്തായാലും ഏറ്റവും കൂടുതൽ കഫീനുള്ള മേടിക്കാം. ഐ ഹാവ് ദിസ് പ്ലാൻഡ് ഔട്ട്. അങ്ങനെ കംപ്ലീറ്റ് ഹോപ്പ്ഫുള്ളി. ഇതെന്തുവാടാ? മാംഗോ ട്രസ് ലീച്ചസാണ്. അതൊരെണ്ണം എടുത്തേക്കാം. ഷുഗർ ആയിട്ടോ? ഷുഗർ ഇല്ലാത്തതാണ്. അപ്പോൾ ഷുഗർ വേണ്ട. സൈസ് ലാർജ്. ബോയ്സ്, ഞാൻ അതെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് 48 hours ഓഫ് ക്രാഫ്റ്റിന് ഇരിക്കുന്നില്ല. അതൊക്കെ എന്താണ്, വർക്കൊക്കെ ചെയ്യാൻ നല്ലതായിരിക്കും, ഉറക്കം വരത്തില്ലെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. എത്ര രൂപയായി? 893. ഒരു ചായ കയറിയതാണ്, കുഴപ്പമില്ല. ഞാൻ മാംഗോ ട്രസ് ലീച്ചസും എടുത്തതാണ്, എല്ലാം കൂടി കൂടിയത്. അതിനോട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇടാൻ പറഞ്ഞു. അവർ ടേസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് ഐസ്ക്രീം മേടിച്ചു. ബോയ്സ്, ഐറ്റം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് പിക്ചറിൽ കാണുന്നതൊക്കെ താഴത്തെ ഈ ഓറഞ്ച് കളറല്ല. അതവർ പിന്നെ എനിക്കൊരെണ്ണം ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന അറിയിച്ചു. ഇതെനിക്ക് കൊണ്ടുപോകല്ലേ തിരിച്ചു തരിക. നമുക്ക് നോക്കാം. ഈ ഡ്രിങ്ക് വലുതായിട്ട് മധുരമില്ല. മധുരവും കാപ്സൊന്നും കഴിക്കാൻ ഉറക്കം വരാതിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയത്. ഉറക്കം വരും ഇങ്ങനെ കാപ്സ് കഴിച്ച്. അതുകൊണ്ട് ഇതിനകത്ത് മധുരം ഇടണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഡെസേർട്ട് മേടിച്ച് അതിനകത്ത് മധുരം ഉണ്ട്. പിന്നെ അവൻ എൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇന്ന് ഫുൾ എൻജോയ്മെൻ്റ് ആണ്. വരൂ. എന്താണിത്? ചീസ് വല്ലതുമാണ്. ഓ വാവ്, കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് ഇന്നലെ കൂടി ഞാൻ മറ്റേ മധുരമുള്ള എന്തായാലും കഴിച്ചില്ല. അതിനെക്കാട്ടിലൊക്കെ 100 ഇരട്ടി നല്ല. ഞാൻ വെറുതെ ഒന്നും പറയാറില്ല, പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ തമാശ പറയല്ലോ മോനെ, പലവട്ടം പറയേണ്ടി വരും. നല്ല കിടിലൻ സാധനം. ഞാൻ അവിടെ ഇവിടെ നിന്നും ഞാൻ കുറേ ആഹാരം കഴിച്ചിട്ടുള്ളത്, കുടിച്ചാലെന്നും പറഞ്ഞ്. ഇത് കൊള്ളാം. പക്ഷേ കൂടുതൽ മധുരവും ഇല്ല, പക്ഷെ എന്നാലും മധുരം ഉണ്ട്. താനും ഓയിലി അല്ല, സൂതിങ് ആണ്, നല്ല ക്രീമിയാണ്. ഈ പ്രാവശ്യത്തെ പ്രോപ്പറായി ഉണ്ടാക്കുന്നുണ്ട് അവർ. കളറുണ്ട്. ഇതെന്താ കറുത്തു എന്നറിയത്തില്ല. പ്രാവശ്യം ഡ്രിങ്ക് വരുന്നുണ്ട്. കളറ് കറക്റ്റാക്കിയിട്ട് എടുത്തു. ഓ
ഓ സ്ട്രോങ്. ഓ ഇത് കഫീനാ. ഇത് കഫീൻ മാത്രം അടിച്ചു കയറുന്നതുകൊണ്ടാണ് ആയിക്കോട്ടെ. ഈ കഫീൻ വർക്ക് ചെയ്യുമെങ്കിൽ ഞാൻ ഉറങ്ങത്തില്ലല്ലോ ഇത് കുടിച്ചിട്ട്. സ്റ്റാർബക്സിൽ നിന്ന് ഇറങ്ങി ഇനി എന്ത് ചെയ്യാനാ? എനിക്ക് ചെറുതായിട്ടൊക്കെ പ്ലാനുണ്ട്. ഇന്നെന്ന് വെച്ചാൽ എനിക്ക് എന്ത് വേണം ചെയ്യാം. നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അറിയത്തില്ല. മൂവിയൊക്കെ നോക്കിയൊക്കെ എന്തൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഞാൻ പ്ലാൻ ഔട്ട് ചെയ്യുന്ന ദിവസം കുറച്ച് നേരത്തെ കൂടി ഇങ്ങനെ കാർ ഓടിച്ച് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഷോപ്പിംഗ് വല്ലതും പോവാം. ഇപ്പം ഞാൻ കോഫി കുടിച്ച് സെറ്റാണ്. അപ്പോൾ എനിക്ക് ഉറക്കമില്ല. ഇന്ന് എന്ന് വെച്ചാൽ എനിക്ക് സെറ്റാണ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് ഷോപ്പിങ്ങിന് പോകണ്ട. കുറച്ചുകൂടെ കിടന്ന് എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമില്ല രാവിലെ സമയത്തൊക്കെ. അപ്പോൾ കുറച്ച് വണ്ടി ഓടിക്കും. പിന്നെ നമുക്ക് മോളിലോട്ട് വല്ലതും പോകാം. എന്നിട്ട് ഷോപ്പ് ചെയ്യും. ഞാൻ ഇപ്പോൾ ട്രാഫിക്കിനകത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ തുറിച്ചിട്ട് പോകുന്നു. നാളെ രാവിലെ ആയാലും സമയം മാറ്റേണ്ടി വരും. സമയം കഴിക്കേണ്ടി വരും. മാറ്റേണ്ടി വരും. അതുപോലെ മഴ പെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുടയൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയത്. ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കല്ല. ഇന്നലെ ഞാൻ മറ്റേ ഫേഷ്യൽ ഇത് ചെയ്തായിരുന്നു, CO2 ലേസർ. കാരണം മോന്ത കുറച്ച് വീർത്തിരിക്കുന്ന ഫുള്ളും ഇങ്ങനെ കരിയിച്ച് വെച്ച് മോന്ത. എല്ലാവരും നോക്കി പോകുമായിരുന്നു കാറിനകത്ത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആദ്മി നെഹി ഹേ. രാത്രി എങ്ങനെ സമയം കളയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു മണി വരെയൊക്കെ വലിയ കുഴപ്പമില്ല. 1 മണി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. കാറിനകത്ത് ഇരിക്കുന്നതൊക്കെ ടാസ്ക്കാണ്. എന്തായാലും നാളെ ഒരു 7 മണി വരെ എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കി നാളെ വൈകുന്നേരം 6 എന്ന് വെച്ചാൽ 7 മണി കഴിഞ്ഞ് കിട്ടിയാൽ, രാവിലെ 7 മണി കഴിഞ്ഞ് കിട്ടിയാൽ ഞാൻ എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്യും. നാളെ വൈകുന്നേരം വരെ ഒരു 8 മണി വരെ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഞാൻ ഒരു ദിവസമൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്കൊന്ന് 7 മണി വരെ ഞാൻ മാനേജ് ചെയ്താൽ അടുത്തൊരു 5-6 മണിക്കൂർ ഞാൻ എക്സ്ട്രാ പിടിക്കും. ഒരു ചെക്ക് പോയിന്റ് കണക്കാണ്. 7 മണി കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു പവർ കിട്ടും. ആ പവർ ബൂസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാകുമ്പോൾ നാളെ വൈകുന്നേരം വരെ എത്തിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ പോകുന്ന ഒരു കഴിയില്ല. എന്ത് ചെയ്യും മല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. എനിക്ക് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്ന. ആ കഫീൻ ഹിറ്റ് ആയില്ലേ ബോയ്സ്? അപ്പം നമ്മൾ ലുലു മോളിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചേറെ ടൈം ഞാൻ വേസ്റ്റ് ചെയ്തു. കുറച്ചേറെ ടൈം അവിടെയൊക്കെ നിന്ന് വെറുതെ സമയം പോക്കായിരുന്നു. പക്ഷെ ഒന്നും ആയിട്ടില്ല. കുറച്ച് ടൈം ആയിട്ടുള്ളൂ. ഇപ്പം എത്ര 10 മണിക്ക് തുടങ്ങിയല്ലേ? 10:05 7:45 7:45 5:45 ആയതുകൊണ്ട് 7:45 മണിക്കൂറായി. ഇനിയും ഏകദേശം 40 മണിക്കൂർ 44 മണിക്കൂറുണ്ട്. എന്നാലും മോളിനകത്ത് നമുക്ക് ഒരു ഷോപ്പിംഗ് നടത്താം. ഷോപ്പിംഗ് നടത്തി സെറ്റായിട്ട് പിന്നെ നമുക്ക് ഓരോരോ കാര്യം പിടിക്കാം. എന്തായാലും നമുക്ക് മോളിൽ കയറിപ്പോം. ഇന്നത്തേക്ക് ഈ ഉന്മേഷമേ കാണത്തുള്ളൂ. അപ്പം ഞാൻ ഈ അട്ടയറൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. എന്നിട്ട് മുഷിഞ്ഞ ലുക്ക് ഇതൊക്കെ മാറ്റാം. പോവാം. ഇന്ന് ഏത് ഡ്രസ്സ് ഇടാനാണ് നമ്മൾ? വാൻ ഹുസൈൻ. അവനിടുന്ന മാൻ ഹുസൈൻ. ഉള്ളന്നെ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 30,000 മേടിച്ച്. ഇപ്രാവശ്യം എടുക്കുന്നില്ല. ബിബ മേടിക്കണം. ബിബ പെണ്ണുങ്ങളുടെ ആണെന്ന് തോന്നുന്നു. യുണൈറ്റഡ് കളേഴ്സ് ബെനിറ്റൻ ഇല്ലെങ്കിൽ ഇതാ നോക്കാം. ബോയ്സ് അറ്റയർ ചേഞ്ച് ചെയ്യുന്ന സമയത്തിരിക്കുകയാണ്. 3, 2, 1. എങ്ങനെയുണ്ട് മോനെ? അറ്റയർ തന്നെ മാറ്റി ഞാൻ പൂപ്പിച്ചെടുത്ത് ഞാൻ. കൊള്ളാമല്ലേ? ചെരുപ്പം മാറേണ്ടി വരുക. എൻ്റെ മോന്തയുടെ കോലം കണ്ടായി. ലേസർ ചെയ്തിട്ട് ഇത് കുറെ കറുത്ത പാടൊക്കെ ഇല്ല. ഇത് എന്താണ് ചെയ്തത്? വെടിവെപ്പായിരുന്നു. ബോയ്സ് അപ്പം ഡ്രിപ്പൊക്കെ മാറ്റി ഒന്ന് പുഷ്പിച്ച് ഞാൻ സത്യം പറയുവാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഇറങ്ങിയല്ല, വെറുതെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് കയറി ഓർമ്മ വന്ന് എനിക്കൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നേരത്തെ ചിന്തിച്ചായിരുന്നു. നമ്മൾ സ്പോണ്ടേനിയസ് ഡിസിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡിസൈഡ് ചെയ്ത് പിന്നെ അത് ആ വരവിൽ വന്നതാണ്. ഒരു അണ്ടർവെയർ പോലും മാറാനില്ല. അതാകുമ്പോൾ നമുക്ക് നാളെ മേടിക്കാൻ കുഴപ്പമില്ല. ഇപ്പം എന്തായാലും നമുക്കൊരു മൂവി കാണാം. മോളിലിരിക്കുമല്ലേ ഒരു മൂവി. ഇപ്പം ഏത് മൂവി ആദ്യം കാണാൻ കിട്ടുന്ന അത് തന്നെ കണ്ട് ഒന്ന് നമുക്ക് സെറ്റാം. എങ്ങനെ വല്ല മൂവി ഉണ്ടോ? വാ നോക്കാം. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഷോർട്സ് മേടിച്ച് വെച്ച്. ഷോർട്സ് അല്ല, അണ്ടർവെയർ ആവശ്യം വരും. ഇനി നമുക്ക് മൂവി കാണാം. അടുത്ത മൂവി ഏതാണ് അത് കണ്ടിട്ട് വരാം. അപ്പോൾ 2 മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 3 ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ 2 ഇപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് പാരലലി ഉള്ളൂ. പാരലി അല്ല, 1 by 1 ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്നുള്ള പടം ഓൾറെഡി സ്റ്റാർട്ടായി. 5 മിനിറ്റ് ലേറ്റ്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം. 2ാമത്തെ മൂവി നമുക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാം. എന്തായാലും സമയം ഞാൻ കളയും മോനെ. ഇപ്പോഴും ഞാൻ സെറ്റാണ്. ഞാൻ വണ്ടിയിലൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈ തുണി മാറിയില്ലായിരുന്നു. അപ്പോൾ അതെടുത്ത് വണ്ടി വെച്ചിട്ട് പോകാം. ഞാൻ വണ്ടി കൊണ്ട് വെക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ക് കൗണ്ടറിൽ വെച്ചിരുന്ന ഇത് അത് 11 മണി വരെ ഉള്ളൂ. പിന്നെ സിനിമ അത് കഴിഞ്ഞും പോകും. സിനിമ 9:30 9:24 ബാഗേജ് കൊണ്ട് തിയേറ്ററിനോടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് താഴെ വരെ പോയത്. മൂവി യഥാർത്ഥി 9:30 9:50 കാരണം പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ചായ കുടിക്കേണ്ടി വരും. സെക്കൻഡ് മൂവി കാണാൻ പോവുകയാണ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ. 2 മണിക്കൂറായിട്ട് കാണാൻ. ബോയ്സ് അപ്പോൾ നമ്മൾ 2ാമത്തെ മൂവിയും കൂടി കണ്ടു കഴിഞ്ഞു. ഇപ്പം 12 മണിയായി. 14 മണിക്കൂർ കഴിഞ്ഞു. ഇനി 34 മണിക്കൂർ ബാക്കിയുണ്ട്. 34 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ തന്നെ എനിക്കിപ്പോഴോ കോട്ടവായി വിട്ട് തുടങ്ങി. ഞാൻ മൂവിക്കകത്ത് ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഫൈനൽ ഡെസ്റ്റിനേഷൻ കണ്ടേ. ഇപ്പോൾ വണ്ടി ഒന്നിരിക്കുമോ? അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊക്കെ ഉറക്കമുണ്ട്. എന്നാലും മാനേജ് ചെയ്യാം. സീരിയസ് അല്ല. ഇനി അങ്ങനെ നമുക്ക് രാത്രി വല്ലതായിട്ട് ചെയ്യാനൊന്നും ഇല്ല. നമുക്ക് ഇവിടുന്നെല്ലാം കഴിക്കാൻ പോകാം. മോസ്റ്റ്ലി 1 മണി 2 മണി കുറച്ച് കടകൾ കാണാം. അവിടെ പോയെല്ലാം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ആവുന്നവരെ ടൈം എങ്ങനെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. മിക്ക വണ്ടികളും പോയി. ഒരു വണ്ടിയൊക്കെ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. എനിക്ക് ഈ പാതിരാത്രി ഫുഡിൻ്റെ കടയൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. എന്നെ ഓർഡർ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഒടുക്കത്തെ ലൈറ്റിംഗ് ഇവിടെ. അപ്പോൾ ഈ ലൈറ്റിംഗ് കൊണ്ട് എന്തായാലും ഞാൻ ഈ കട മിസ്സായില്ല. ഫുള്ള് മഞ്ഞ കൊണ്ട് പൂശിയിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതാണ് കട. ലൈറ്റിംഗ് കുറവില്ലല്ലേ? എന്തായാലും ഞാൻ വല്ല ഫുഡ് കിട്ടാൻ നോക്കട്ടെ. ഇത് ഈസിയാണ്. ഒരു നിമിഷം പോലും ഇറങ്ങാൻ പോകുന്നില്ല. എനിക്ക് കിളി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി ചെറുതായിട്ട്. ചെറുതായിട്ട് തോന്നുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ കഴിച്ചിരിക്കുന്നത് ബേസിക്കലി പറഞ്ഞാൽ ഒരു പുഡിങ്ങും ഒരു ചായയും ഒരു കോൾഡ് ചായയും. സ്മാർട്ട് പ്ലാൻ ആയിരുന്നു വെച്ചാൽ കൂടുതൽ ഫുഡ് ഉണ്ടെങ്കിൽ ഉറക്കം വരും. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് സൂപ്പ്. മഴയത്തൊരു സൂപ്പൊക്കെ ആകാം. പക്ഷെ മഴ ഇതുവരെ പെയ്യുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന രാത്രി കൊടിഞ്ഞ മഴ പെയ്യണം. കൊടിഞ്ഞ് നല്ലൊരു മഴ പെയ്യണം, അല്ലെങ്കിൽ ഉറങ്ങി പോകാതാ. ഇറ്റ്സ് ആക്ച്വലി നൈസ്.
ഞാൻ ഇനിയും കുറച്ച് നേരമായിട്ടും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മിക്സ് ഫ്രൈഡ് റൈസും അൽഫാമും. ഉറക്കമില്ല, രാവിലെ വരെ ഇരിക്കാം, പക്ഷെ വിശന്നിരിക്കാൻ വയ്യ. എൻ്റെ ഫ്രൈഡ് റൈസ് എത്തി മോനെ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ രാത്രി വേറെ പ്രോബ്ലം വരായിരുന്നു മതി. ബോയ്സ്, അപ്പോൾ എനിക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. എൻ്റെ കണ്ണൊക്കെ നല്ല ഹെവി ആയിട്ട്, ഐലിറ്റ്സ് ഒക്കെ ഹെവി ആയിട്ട് എനിക്ക് ഫീൽ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, എൻ്റെ ബ്രെയിൻ സെൽസ് ഇപ്പോൾ വർക്കാന്ന് തോന്നുന്നു. എന്നാലും പാർക്കിംഗ് ലോട്ടാണ് ഇത്. വേണ്ട, പാർക്കിംഗ് ലോട്ടിൽ വന്ന് കിടക്കുക. രാത്രിയാവും, പിന്നെ പോലീസുകാരും ഇവരൊക്കെ വന്നിട്ടൊക്കെ അതും ഇതൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു ഇത് വേണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇനി എന്താ ഞാൻ പറഞ്ഞു വരുന്നു, എനിക്ക് ഇപ്പോഴും എൻ്റെ ബോധം പോയാ. അപ്പോൾ പാർക്കിംഗ് ലോട്ടാണ് ഇവിടെ. നമുക്ക് രാവിലെ ഒരു 10 മണി വരെ ഈ വണ്ടിക്കകത്തിരിക്കാം. 10 മണി കഴിഞ്ഞിട്ട് നമ്മളിവിടെ കാർ ഇവിടെ ഡിച്ച് ചെയ്യും. വെച്ചാൽ കാർ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകും. നമുക്ക് പിന്നെ ഓട്ടോയിലും എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുക. കാറിൽ പോകുന്ന സേഫ് ആകത്തില്ല, എനിക്ക് ഉറക്കമുള്ളതുകൊണ്ട്. അതൊക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ഫീലായി വരുന്നത് എൻ്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യതയും എനർജിയൊക്കെ കുറഞ്ഞു വരുന്നു. അതെനിക്ക് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും മുമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും. സമയം ഇപ്പോൾ 1:30 കേട്ടോ. എനിക്ക് കുറേയേറെ സമയമുണ്ട്. എന്ത് നിഗൂഢമായ വൈബ്. ഇവിടെ വെളിച്ചമൊക്കെ അടിച്ചിട്ട് പുക നടക്കുന്നുണ്ട്. മൂന്ന് മണിയാച്ചു. ദൈവമേ, പാതിരാത്രി ആയതേ ഉള്ളൂ. ഇനി ഏകദേശം ഒരു 7 മണിക്കൂറും കൂടി. രാവിലെ 10 മണി വരെ ഇവിടെ ഇരിക്കണം. നോക്കാം, എന്തായാലും വെളിച്ചം വീഴട്ടെ. വെളിച്ചം വീണിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ പോവാം. കൂടുതൽ ഫുഡ് കഴിക്കുന്നതൊക്കെ കൊള്ളത്തില്ല, എന്നാലും നോക്കട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടി മേടിച്ചായിരുന്നു. ഇനി രാത്രിയിൽ ആവശ്യം വന്നാലോ. ഞാൻ ഇതുവരെ കഴിക്കാത്ത സാധനമാണ്. എവിടെ തണുപ്പൊക്കെ പോകും. പക്ഷെ റെഡ് ബുള്ളിന്റെ റെഡ് കളർ ഫ്ലേവർ ആണിത്. എന്തുവാണെന്ന് അറിയത്തില്ല. ഇത് ഫ്ലേവർ ഒക്കെ ഒന്നും അറിയത്തില്ല. മറ്റേ നോർമൽ മേടിക്കായിരുന്നു, പക്ഷെ ഞാൻ വെറൈറ്റി പിടിച്ചതാ. ഇത് ഒടുക്കത്തെ ഉറക്കം വന്നാൽ ഞാൻ കുടിക്കും. ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടാകുന്ന നമ്മൾ കുടിച്ചു പോയിട്ട് അറിയും. ഞാൻ AC ഒക്കെ ഓണാക്കി ഒടുക്കത്തെ വണ്ടിക്കകത്ത്. എന്നാലും കുറച്ചൊരു കഴിയട്ടെ, സമയം കേട്ടെ, അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് വൈകിയ മോനെ, ഇത് കുറച്ച് സമയം പിടിക്കും. ഇതെല്ലാം കൂടി 4 മണിയായിട്ടോ. 1 മണിക്കൂറായി. എനിക്ക് കുഴപ്പമില്ല, ഒരു പണിയൊന്നും. ഞാൻ അവരുടെ മൊബൈൽ നോക്കിയിരിക്കുക. വേണമെങ്കിൽ വണ്ടി എടുത്ത് പോയി ഉറക്കമൊക്കെ വന്ന സ്ഥിതിക്ക് വലുതായിട്ട് നടക്കുന്നത് സേഫ് അല്ല. കുറെ നേരമായിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങാന്ന് എനിക്ക് ഫ്രീക്വൻസി ഇപ്പൊ സെറ്റ് ആയെന്ന് തോന്നുന്നു. ഇനി അടുത്ത കുറച്ച് മണിക്കൂറത്തേക്കൊന്നും ഉറക്കം വരത്തില്ല. ഇത് കുടിക്കണേന്ന് ഓർക്കുക. ആവശ്യമുണ്ടോ? കുറച്ച് മധുരമുള്ള എല്ലാം കുടിക്കാൻ തോന്നുന്നു എനിക്ക്. കുടിച്ചേക്കാം. ചുവങ്കമ്മ സ്മെല്ല. എന്തായാലും ഇത് കുടിച്ചിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആദ്യമായിട്ട് ഞാൻ കുടിക്കുന്ന റെഡ് ബുൾ. ഞങ്ങൾ കുടിച്ചിട്ട് പോലുമില്ല. വാട്ടർമെലൺ ഫ്ലേവർ ഒന്നും എനിക്ക് വരുന്നൊന്നുമില്ല. എന്തോ ഒരു ചൊവ്വയുള്ള ഒരു മിഠായിയുടെ ടേസ്റ്റ്. എന്തായാലും 4 മണിയായി. 6 മണിക്കൂറും കൂടി 10 മണിയാവും. 10 മണിയാകുന്നു. 24 മണിക്കൂർ. ഇപ്പോഴും ഈ പാർക്കിങ്ങിലോട്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്ന് കാർ പണിത്. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറച്ച് ബൈക്കിന്റെ ഒക്കെ വീഡിയോസ് കണ്ടിരിക്കുകയാണ്. ഇപ്പം 5:30 ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യത്തെ ഒരു ദിവസം കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാം. എന്റെ കണ്ണൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളും കറുത്ത് വിളങ്ങുന്ന തോന്നുന്നു. വീഡിയോക്ക് അത് വിളിച്ചെടുക്കുന്നത് കാണാൻ പറ്റില്ല അറിയത്തില്ല. എന്തായാലും നാളെ രാത്രിയൊക്കെ ആകുമ്പോഴാണ് സീൻ പോകാൻ. ഇന്നത്തെ രാവിലെയും നാളെ രാത്രിയും. ഞാൻ ആദ്യമായിട്ടാന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. 2 ദിവസം എന്ന് പറയുന്ന പോലെ ടാസ്ക്. കുറച്ചൊരു വീഡിയോസ് ഒക്കെ കാണണ്ട. പിന്നെ ലൈറ്റൊക്കെ വരട്ടെങ്കിലും. അങ്ങനെ വെളിച്ചമൊക്കെ വീണ് എന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. 6 മണിയായി. ഞാൻ ഉദ്ദേശിച്ച് നമുക്ക് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ട് വരാം. ഡീസലൊക്കെ അടിച്ച് നമ്മൾ AC ഇട്ടിരിക്കാം. ഇതിന്റെ ടാങ്ക് തീരാ 2 കെട്ടൊക്കെ ഉള്ളൂ. ആവശ്യത്തിനുണ്ട് 2 കെട്ട്. എന്നാലും കുറച്ച് അടിച്ചിട്ട് വരാം. 500 രൂപ അടിച്ചിട്ട് വരാം. ആയിട്ട് വല്ലതും ഫുഡ് ഉണ്ടെങ്കിൽ വഴി വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം, കുടിക്കുകയൊക്കെ ചെയ്യാം. അതാ പ്ലാൻ. ഇനിയും 24 മണിക്കൂർ ആയിട്ടില്ല. 24 മണിക്കൂർ ആകാൻ ഇനിയും 4 മണിക്കൂർ. 20 മണിക്കൂറായി. ഞാൻ മെയിൻലി രാത്രി സമയമായിരുന്നു ഓരോരോ മണിക്കൂർ വെച്ച് കാണിച്ചത്. അത് നിങ്ങൾക്ക് ആ രാത്രി സമയമാണ് ഏറ്റവും കൂടുതൽ ടാസ്ക്. രാവിലേക്ക് മാത്രം വിളിച്ചേക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരത്തില്ല. രാത്രി മോനെ എന്തായാലും പോവാം. ഞാൻ എന്തായാലും ഇനി ഉറങ്ങാൻ പോകുന്നില്ല. കുറെ ഏറെ ടൈം നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കത്തില്ല കേട്ടോ. പെട്രോൾ അടിച്ച് ഡീസൽ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ കഴിക്കും. നല്ലവണ്ണം കിട്ടിയ, അല്ലെങ്കിൽ വണ്ടി കൊണ്ട് തിരിച്ച് പാർക്കിംഗ് ഏരിയ കൊണ്ട് വെക്കും. വണ്ടി ഈ സമയത്ത് നമ്മൾ ഉറക്കം ഇല്ലാത്തതായതുകൊണ്ട് കൂടുതൽ നേരം ഓടിക്കണ്ട. ഇതിപ്പോൾ പെട്രോൾ പമ്പ് അടുത്തായതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നുന്നില്ല ഇപ്പോൾ കറൻ്റ്ലി. നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. ഞാൻ ഇപ്പം തന്നെ കൊണ്ട് വെക്കും. പിന്നെ 24 മണിക്കൂർ എന്നാകാനാണ്. കുഴി ആവശ്യത്തിനുള്ളതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് ഉറക്കമൊന്നും വരത്തില്ല. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് എത്തി. മോഡ് പൊക്കോണ്ടിരിക്കുവാണ്. എനിക്ക് പെട്ടെന്ന് കാലിൽ കയറുന്നു. വെച്ചാൽ അജിറ്റേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്. ഇപ്പം എന്തൊക്കെ അല്ലോ അത് ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പിടിക്കില്ല. അതൊരു മൂഡ് ഓഫ് അല്ലെന്ന്, മൂഡ് പോയി കിടക്കുന്ന സ്വഭാവത്തിലെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. 500 ഡീസൽ കാർഡ് കൊടുക്കാൻ ചേഞ്ച് ഒന്നും തീർക്കുന്നില്ല. അടിച്ചൊന്നും മാത്രം കയറും. ഇൻഡിക്കേറ്ററിലൊന്നും കാണുന്നൊന്നുമില്ലല്ലോ. താഴത്ത് വല്ലോണം കറഞ്ഞത്. ഒരു കട്ട വന്നു. ശരി, ടാപ്പ് ചെയ്തേക്കും. ശരി അപ്പോൾ കാറ്റടിക്കുന്ന എവിടെയാണ് ദൈവമേ? ഒരു ടയറിൽ ചെറുതായിട്ട് പഞ്ചറുണ്ടത്. അതൊന്ന് സൈഡിലിട്ടിട്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്.
കാറ്റില്ല. ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ടയർ മാറാൻ തുടങ്ങിയത്. ഇതിൻ്റെ ഒരു ടയർ കൂടെ മാറാനുള്ളൂ, ബാക്കിയെല്ലാം മാറി. കാറ്റടിക്കുന്നത് തൊട്ടാരെല്ലാം വന്നാൽ മതിയായിരുന്നു. ആരെങ്കിലും വരും ഇഷ്ടമല്ല, ഞാൻ തന്നെ എടുത്ത് അടിക്കും. ഇവിടെ ആരും ഇല്ലേ വരുമെന്ന്. 33. ആ 33. എനിക്ക് ഒരു ടയറിൽ അടിച്ചാൽ മതി, എല്ലാവരും അടിക്കുമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ പഞ്ചറായ സ്ഥലം അടിക്കാൻ പോകും, എല്ലാത്തിനും അടിച്ച് കഴിയുമ്പം പഞ്ചറൊന്നും പറ്റത്തില്ല, പഞ്ചറില്ലാത്ത ടയർ കയറിപ്പോവും. പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നാൽ. അത് 33 ആയായിരുന്നു, അത് ചെറുതായിട്ട് പഞ്ചറുണ്ടായിന്. ആ അതിനകത്തൊട്ടും ഇല്ലായിരുന്നു. ഒന്നും വെച്ച് എൻ്റെ പഞ്ചറും മാറ്റി ടയറും മാറ്റേണ്ടി വരുവാ. ടയർ പട്ടിയാൽ നമുക്ക് തിരിച്ച് എവിടെയെങ്കിലും കൊണ്ടിടാം ഈ വണ്ടി. പഞ്ചർ സെറ്റാക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാം ഉണ്ട് ഇപ്പം. 7 മണിയാ, ഒരു കട പോലും ഇല്ലേ. എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് പിന്നെയും പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തി. നമുക്ക് പറ്റാവുന്ന പരമാവധി മണിക്കൂർ നമ്മൾ ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചാണല്ലോ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി കാർ ഓടിക്കുന്നത് സേഫ് അല്ല. 24 മണിക്കൂർ ആയില്ല, പക്ഷെ ഇപ്പൊ തന്നെ ഞാൻ ഉറക്കം തൂങ്ങുന്നുള്ള ഒരു സ്ഥിതി നിൽക്കുക. ഇനിയും 7:30 ആയുള്ളൂ, 7:15. 48 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം. 28 മണിക്കൂർ, 24 മണിക്കൂർ തന്നെ. 24 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പുറത്തിറങ്ങി നടക്കാം. അല്ലെങ്കിൽ മോഹം കഴിഞ്ഞിട്ട് പോലും എന്റെ ഉറക്കം മാറുന്നില്ലല്ലോ. 7:30 കഴിഞ്ഞിട്ട് ഇപ്പൊ 8:30 ജസ്റ്റ് ആകുന്നേ ഉള്ളൂ. അയ്യോ എനിക്ക് ഇപ്പൊ 8:30 ആകുന്നുള്ളൂ, 1 മണിക്കൂർ പോലും ആയിട്ടില്ലല്ലോ. ടാസ്കാ. ഒരു ദിവസം തന്നെ ഇത്രയും ടാസ്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ നിന്നിട്ടുണ്ടല്ലോ ഉറക്കം, എന്നിട്ടില്ലേ. എനിക്കിപ്പോ ഡൗട്ട്. ഞാൻ മൊബൈൽ നോക്കുന്ന വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങിപ്പോകും. മൊബൈലിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മോഹം കഴിയപ്പോൾ ചെറുതായിട്ട് മെച്ചമുണ്ട്. സാറേ ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. മോഹം കഴിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് സെറ്റ് ആവും. പെട്ടെന്നും കുഴപ്പം കാണത്തില്ല. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ 24 മണിക്കൂർ. ഒരു പ്രാവശ്യം ഒന്നും മോഹം കഴിയൊന്നും ആകത്തില്ലെന്ന് തോന്നുന്നു. വരും ഇങ്ങോട്ട് വരും. മോൻ്റെ മുന്ത ബോയ്സ് ആൻഡ് ഗേൾസ് 24 മണിക്കൂറായിരിക്കുകയാണ്. ഇപ്പൊ സമയം 10:05 ആയിരിക്കുന്നു. ഇനി 24 മണിക്കൂറും കൂടി. ഇനി നമ്മൾ ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് നടന്നു പോകും. നടന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്ന് തന്നെ ചെയ്യാൻ പോകുന്നത്. വണ്ടി ഓടിക്കാനുള്ള ഒരു ഫിസിക്കൽ കേപ്പബിലിറ്റി എനിക്കില്ല ഇപ്പം. അതെനിക്ക് നല്ലതായിട്ട് അറിയാം. നടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നടക്കും പറയും. ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഏറ്റവും ഹാർഡസ്റ്റ് പോയിന്റ് എന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത ഏറ്റവും ഹാർഡസ്റ്റ് പോയിന്റ് വരുന്നത് ഇന്ന് വൈകുന്നേരം 7-8 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതുവരെ ഓൾമോസ്റ്റ് ഒരു ടയേർഡ് ആയിട്ടൊരു ഡ്രൗസി ആയിട്ടുള്ള മൂഡായിരിക്കും. പക്ഷെ എന്നാലും ഉറക്കം അത്രയ്ക്ക് സീനാകത്തില്ല. ടയേർഡാണ്, പക്ഷെ അത്രയ്ക്ക് കാണത്തില്ല. ഏറ്റവും കൂടുതൽ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും. എന്നാലും നമുക്ക് കുറച്ചുകൂടി എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഞാൻ വെറുതെ കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നല്ല കട്ട മൈൻഡിലാണ്. അപ്പോൾ എന്നാലും നമുക്ക് രാവിലെ കുറച്ച് നല്ല ഫുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സ്പോട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റാർബക്സിൽ. ഇന്നലെ കഴിച്ച സെയിം സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്യാം. ആ കുടിക്കുന്ന സാധനം കുടിക്കാം, പിന്നെ കഴിക്കുന്ന പുഡിങ് കഴിക്കാം. കുടിക്കുന്നത് വെച്ച് വല്ല ഗുണം ഉണ്ടാകുന്ന വെച്ചാൽ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കുടിച്ചേക്കാം. ഇപ്രാവശ്യം അതിനകത്ത് മധുരം ഇടാം. കഴിഞ്ഞ പ്രാവശ്യം മധുരമില്ലായിരുന്നു. നമ്മൾ സെയിം സാധനം ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ സെയിം സാധനം ഡിസ്പ്ലേയിലാണ്, അല്ലെങ്കിൽ ഇന്ന് പുതിയതായിരിക്കും. ഇപ്രാവശ്യം ഞാൻ വേറൊരു സ്ഥലത്തിരിക്കുകയാണ്. അതൊരു ഡിഫറൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ ഐസ്ക്രീമിൻ്റെ സ്കൂപ്പും കൂടി ഞാൻ മാറ്റി ക്യാരമലാക്കി. പിന്നെ ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പുറത്ത് വെച്ച് ചെയ്തേനെ, പിന്നെ പബ്ലിക്കിലൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാൻ. അല്ലെങ്കിൽ പിന്നെ സ്റ്റാർബക്സിന് ഇവിടെ വാഷ്റൂമിൽ പോയി ചെയ്യാം. ഈ ഡ്രിപ്പ് മാറ്റണം, ഇത് മതിയാ. ഇപ്പോൾ വെയിലത്ത് നടക്കാൻ പോകില്ല, മറ്റേ വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഫുള്ളും ഷോക്കും. ഇന്ന് കുറച്ച് ഏറെ ഹെവി സ്കൂപ്പാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് മെയിൻലി വന്നത്. ഐസ്ക്രീം വേറെതാ, പക്ഷേ ക്യാരമൽ നല്ല നൈസാണ്. നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്യണത് അല്ലേ? എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, പറയാൻ പറ്റത്തില്ല. ഈ ഡ്രിങ്ക് ഞാനോട് നോക്കട്ടെ. ഫാർ ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇന്നലെ ഒട്ടും മധുരമില്ലാത്തതുകൊണ്ട് കയ്പ്പായിരുന്നു. ഇത് മധുരം ഇട്ടായിരുന്നു. ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒടുക്കത്തെ വിശപ്പായിരിക്കും. ബട്ട് ഐ ആം ഗോണ എൻജോയ് റൈറ്റ് നൗ. ഈ ചാനലിനകത്ത് മെയിൻ ഫേവറേറ്റ് പീസ് ഇത് മാത്രം. ഉറങ്ങാതിരിക്കുന്നത് എനിക്ക് കൊടുക്കത്തെ ഹാർഡാണ്. ഓൾറെഡി ഞാൻ ഉറങ്ങുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർബക്സിൽ നിന്ന് ഇറങ്ങി. ഇനി കുറച്ചുകൂടി ചാലഞ്ച് ഡിഫിക്കൽട്ട് ആക്കണമെന്നൊരു ചിന്തയിലാണ് ഞാൻ. വേണമെങ്കിൽ കുറച്ച് ഫിസിക്കലി ഡിമാൻഡിങ് ടാസ്ക് കൂടി ചെയ്തിട്ട് എൻ്റെ ഉറക്കം നല്ലതായിട്ട് കൂട്ടാം. ഓൾറെഡി ആവശ്യത്തിനധികം ഉണ്ട്. അതിൻ്റെ ആവശ്യം വേണോ വേണ്ടെന്ന് അറിയില്ല. അത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 12 മണി ആയതുകൊണ്ട് ഇനി 22 മണിക്കൂറും കൂടി. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എൻ്റെ മോന്തയ്ക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെയിലത്തിറങ്ങാൻ പറ്റത്തില്ല, പെർമനൻറ്റ് പാട് വീഴും. ഞാനിപ്പോൾ നടന്നു വന്നപ്പോഴും ഞാൻ മറന്നേ പോയി എൻ്റെ കാര്യം. സൺസ്ക്രീൻ ഇട്ടിട്ടില്ല. സൺസ്ക്രീൻ ഇപ്പോൾ ഇടാം, ഇവിടെ വെച്ച് തന്നെ ഇടാം, ഇവിടെ അടിയിരുന്നിടാം. ഞാൻ സബ്സ്ക്രൈബറിൻ്റെ ക്യാമറ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ സൺസ്ക്രീൻ മോന്തയ്ക്ക് ഇരട്ട. മോഹം കഴിയിട്ടുണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പം റിസ്ക് എടുക്കുന്നില്ല, അപ്പോൾ ഇടുക. എല്ലാം വെളുപ്പിച്ചെടുക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി വിയർത്ത് തുടങ്ങി. റോഡിൻ്റെ സൈഡിൽ നിന്ന് സൺസ്ക്രീൻ കളിക്കുക. ആൾക്കാരെന്ത് വിചാരിക്കും? ഇതിനൊക്കെ ഇത്ര ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് വിചാരിച്ചാൽ. നേരെ പോയേട്ടാ, നേരെ പോയാൽ മതി. എടപ്പള്ളി ജംഗ്ഷൻ എത്തും. അതിൻ്റെ സ്ട്രെയിറ്റ് പോയി ലെഫ്റ്റാ. സൺസ്ക്രീൻ തേച്ചിട്ട് പറയണമായിരുന്നു. അയാൾ എന്ത് വിചാരിച്ചു? ഒന്നും വിചാരിച്ചിട്ടില്ല.
അതൊക്കെ തോന്നല് മാത്രമാണ്. എൻ്റെ മൂക്കിൽ പോകുന്ന പോലെ ഇത് സൺസ്ക്രീൻ ആണ്, പാണ്ടാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞിരിക്കും. കുറച്ചൊരു ഇടണ വേണ്ട, ഓൾറെഡി ഫുള്ളും വെള്ളയായ അമ്മ ഒരു ഗ്യാപ്പില്ലാതെ ഫുള്ളും കരിയിച്ച്. ഇത്രയൊക്കെ മതിയെന്ന് തോന്നുന്നു. കുറച്ച് കൂട്ടുകാരൻ ഇപ്പോൾ വരും. കൂട്ടുകാരൻ വരുമ്പോൾ ഇപ്പോൾ അർജുനമ്മയ്ക്ക് സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അപ്പം എൻ്റെ മുഖത്തിൻ്റെ എല്ലാം പോയി തുടങ്ങുന്നു കേട്ടോ, വെയിലൊക്കെയാണ്. എന്നാലും ഈ മോളിൻ്റെ പൊക്കത്തായിട്ട് ലേസർ ടാഗും അതൊക്കെ ഉണ്ട്. ഒന്ന് പോയി നോക്കാം. അത് ടീമായിട്ട് കളിക്കുന്നതാണ്, ഒറ്റയ്ക്ക് കളിക്കാനൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇതുണ്ട് ലേസർ ടാഗ്, നമുക്ക് നോക്കാം നടക്കുക നടക്കത്തില്ല. ടീമൊക്കെ വേണമെന്ന് തോന്നുന്നു. അവിടെ ഓൾറെഡി കുറച്ച് പേരൊക്കെ ആയല്ലോ. ഇപ്പോൾ ടീം ഓൾറെഡി ആയിരിക്കുന്നതുകൊണ്ട് ഇവിടെ എനിക്ക് വേണ്ടി സ്ഥലമില്ലെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ അവിടെ ടീം വേണമെന്ന്. ഞാൻ വിചാരിച്ചത് നമുക്ക് ടീമിലൊക്കെ കയറി ലേസറൊക്കെ കളിച്ച് ഓടി തളർന്ന് എനിക്ക് പിന്നെയും നല്ല ഉറക്കം വന്ന് എൻ്റെ തന്നെ ഉറക്കം ഞാൻ ഇനി ഷോവാക്കി അങ്ങനെ എൻ്റെ കുഴി ഞാൻ തന്നെ കുഴിക്കും. ഞാനിപ്പോൾ ഈ മോളിൻ്റെ പൊക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഗോ കാർട്ടിംഗ് ഒക്കെ ഉണ്ട്. ക്രിക്കറ്റ് അവിടെ ഗോ കാർട്ടിംഗ് വേണ്ട, ഗോ കാർട്ടിംഗ് കൂറ കണ്ടിട്ട് കൊള്ളാം. പക്ഷെ ഒടുക്കത്തെ ചൂടടെ ഇവിടെ ഷീറ്റൊക്കെ ആയതുകൊണ്ട് എനിക്കറിയത്തില്ല ഇത്ര ചൂടത്ത് എൻ്റെ മുഖത്തിന് സേഫാണെന്ന്. അതുകൊണ്ട് ഞാൻ പോവുക, താഴത്തോട്ട് പോവുക, തണുപ്പത്തിരിക്കുക. പോയച്ചപ്പോൾ ഇവിടെ ഇരിക്കുവാണ്. ലേസർ ടാഗ് കളിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആളില്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ എനിക്ക് കൂടുതൽ കിടന്ന് കറങ്ങാനും പറ്റത്തില്ല. പട്ടി വെയിൽ, ആ വെയിലത്ത് പോയി കഴിഞ്ഞാൽ മോന്തയ്ക്ക് ഒരു സീനാവും. അപ്പോൾ ഈ മോളിനകത്ത് തന്നെ ഇപ്പോൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ ഈ കുഷൻ, ഈ സോഫ ഇരുന്നിട്ട് ഈ സോഫ ഉണ്ട് അങ്ങോട്ട് പുറകോട്ട് ചാരണമെന്നുണ്ട്. എനിക്ക് ചാരി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. ഇപ്പം തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം കൂടുന്നു. അപ്പോൾ ചാരിയാ പിന്നെ തീരുമാനം. എനിക്കിന്ന് ചെയ്യുന്നത് ഇപ്പോഴത്തെ സമയം 2:30 ഇനി എൻ്റെ 19.5 മണിക്കൂർ കാണുന്നുണ്ട്. ബാക്കി കുറച്ച് മണിക്കൂർ ഇവിടെ ഇരുന്ന് എങ്ങനെയും ചിലവഴിക്കാം. എന്നിട്ട് എനിക്ക് രാത്രി വല്ല ചെയ്യാൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ മൂവിക്ക് പോകേണ്ടി വരും. പിന്നെ ഇന്നലെ മൂവി കണ്ടതാണ്, പക്ഷേ ഞാൻ മിഷൻ ഇമ്പോസിബിൾ കണ്ടിട്ടില്ല. അതാണ് കാണാൻ പോയിട്ട്. കൂടുതൽ മൂവിയും കാണാൻ പറ്റില്ല, ഒരെണ്ണം കാണാം. അതിൽ കൂടുതൽ കണ്ടു ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിപ്പോകും. ബോയ്സ്, ഞാനങ്ങനെ അട്ടയർ ചേഞ്ച് ചെയ്തു, മുഖമൊക്കെ ഒന്ന് കഴുകി. 2 മണിക്കൂറായിട്ട് ഞാൻ മോളിനകത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇറങ്ങി വന്നേ ഉള്ളൂ. ഇപ്പോൾ വെയിൽ കുറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന നമുക്ക് ലുലുലോട്ടോ, ലുലു സൈഡിൽ തന്നെയാണ്. അപ്പോൾ ലുലുവിൽ പോയിട്ട് ഒന്നെങ്കിൽ ഒരു മൂവിയും കൂടി കാണാം. 2-3 മൂവി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിപ്പോകും. അത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ചെയ്യാം. ഞാൻ എന്നെ ഒടുക്കത്തെ വിശപ്പി വെച്ചിരിക്കുകയാണ്, എന്നുവെച്ചാൽ ഉറക്കം വരാതിരിക്കാൻ. ഇപ്പം വിശപ്പും ഉണ്ട് ഉറക്കമുണ്ട്. ഞാൻ അടുത്ത മോളെത്തിരിക്കുകയാണ്. എന്ത് വെയിൽ, ഒറ്റടിക്ക് വെയിലും വന്നിപ്പോൾ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം കുറച്ചേറെ കഴിച്ച്. ഫുൾ ചിക്കൻ പിന്നെ ഹാഫ് ചിക്കൻ 6 പീസ്. അപ്പോൾ ഇതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലോട്ട് വന്നുകൊണ്ടിരിക്കുക. 2 മിഷൻ ഇമ്പോസിബിൾ മാഞ്ഞു പോയി. അവിടെ പോയി അവിടെ ഇപ്പോൾ വരുന്നില്ലേ. അടുത്ത പേജിൽ കാണും, അടുത്ത പേജിൽ. ക്യാമറ എടുക്കുമ്പോഴേ ഇങ്ങനത്തെ കുഴപ്പം. ഇതിവിടെ കരാട്ടെ കിഡൊക്കെ ഉണ്ടല്ലേ, അതൊരെണ്ണം ബുക്ക് ചെയ്തേക്കാം. എന്തായാലും മിഷൻ ഇമ്പോസിബിൾ ഉണ്ട് അവിടെ, കാണിക്കണ്ട അവിടെ. വീണ്ടും വന്നിരിക്കുന്നു. മച്ചാൻ ഇരിക്കുന്ന കണ്ട എത്ര സീറ്റ്സ് ഇറക്കുമെന്ന് അറിയത്തില്ല. ഞാൻ 40X സീറ്റാണ് എടുത്തിരിക്കുന്നത്. സീറ്റൊക്കെ കിടന്ന് കുലുങ്ങുക ഇടിയൊക്കെ ചെയ്യുമായിരിക്കും. എന്തായാലും ആ കുലുക്കമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉറങ്ങത്തില്ല. അതാണ് മെയിൻ റീസൺ. ബോയ്സ്, എൻ്റെ മോന്തയ്ക്ക് ആ ബാർകോഡ് കണക്കായി വരുമെന്ന് തോന്നുന്നു കേട്ടോ. അതിന് വെയിലത്ത് വന്നുകൊണ്ട് കറുത്ത് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ സാധാരണ കറക്കേണ്ട കറുപ്പാണ് ഇത്. ഇന്ന് ഞായറാഴ്ച കണ്ട് കുറേ തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ 8:30 ആയതേ ഉള്ളൂ. ഞാൻ ഇറക്കുന്ന പോലെ തണുത്ത കഴിക്കാം. ചിക്കൻ ഇപ്പോൾ കഴിച്ചു കളതുകൊണ്ട് കോൾഡ് സ്റ്റോൺ ഇതുവരെ ഒന്നും മേടിച്ചിട്ടില്ലേ. ഇവിടെ നിന്നല്ല മേടിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചീസ് കേക്ക് എവിടെ നോക്കട്ടെ. ഈ ചീസ് കേക്ക് എപ്പോഴാണ് ട്രൈ ചെയ്തത്, അത് കൊള്ളാം. പിന്നെ അത് സ്വീറ്റ് ക്രീമും ഉണ്ട്, അതും കൂടി വേണം ട്രൈ ചെയ്ത് നോക്കാം. വെരി ഗുഡ്, അല്ലെങ്കിൽ ഓറിയോ വേണ്ട, വെരി ഗുഡ്. അവിടെ സൈസും ഉണ്ട് പൊക്കത്ത്. 265 വലുത് മേടിക്കണം. ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല ഇവിടെ, ഫസ്റ്റ് ടൈമാണ്. റോളപ്പൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ സ്മാഷ് ഒക്കെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇത്ര ഐസ്ക്രീമാണ് ഇരിക്കുന്നത്, കുറച്ചുണ്ടല്ലോ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് വലിയ ഇതില്ല. എന്തോ പൊടി എടുത്തിട്ട് എന്തൊക്കെ ഇടുന്നു. നമുക്ക് എന്തായാലും പോകുന്ന വഴി പോവാം. സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. അത് സെയിം സംഭവമായി കേട്ടോ. അവിടെ പൊക്കത്ത് കാണിക്കുന്ന കണക്ക്. ഇത് കഴിച്ചിട്ട് നീ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ. നടന്നാന്ന് കഴിക്കാം നമുക്ക്. നടന്നാണ് എങ്ങനെ കഴിക്കാനാണ്, ഞാൻ ചിന്തിച്ച് കൂട്ടിയില്ല. ബ്രോ 2 സ്പൂണൊക്കെ വന്നിരിക്കുന്നത് 2 പേർക്കാണ്. ഇനി ഒറ്റയ്ക്ക് കഴിക്കാനാണ്. ഒരു ചീസി കേക്കിൻ്റെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാണ്. അതാണ് ഞാൻ മേടിച്ചത്. വേറൊരു സംഭവം കൂടിയാണ്, അതൊന്ന് മേടിക്കായിരുന്നു. ഇത് നല്ല ഒടുക്കത്തെ വ്യത്യാസമാണ്. കൊള്ളാം, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. മൂവിയുടെ സമയമായിരിക്കുകയാണ് 9:51. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തീരുമ്പോൾ ഏകദേശം ഒരു 12-12:30 ആവുമായിരിക്കും. ഇനി ഒരു 12 മണിക്കൂറും കൂടി 40Xും കണ്ടിറങ്ങാം. ഇതാണെന്ന് തോന്നുന്നു. ഞാൻ മൂവി കണ്ടിട്ട് വരാം. തുടങ്ങിയെന്ന് തോന്നുന്നു. ഈ ജന്മത്തിൽ ഇത്രയും മെനക്കെട്ടിയൊരു സിനിമ കണ്ടിട്ടില്ല. ഇത്രയും കൊള്ളാത്തൊരു പന്ന ചെയർ, അതിൻ്റെ പൊക്കത്ത് കിടന്ന് കുലുങ്ങുന്ന ഓക്കെ. പക്ഷെ അന്നേരം എനിക്ക് ഉറക്കം കാരണം പിന്നെ ഇത്രയും ഒട്ടും അൺകംഫർട്ടബിൾ ചെയർ എന്ന് വെച്ചാൽ അൺകംഫർട്ടബിൾ ചെയർ. 450 രൂപയ്ക്ക് വരുന്ന 4DX മാങ്ങ. അവിടെ ചൂടായിരുന്നത്, തണുപ്പ് കുറച്ചിട്ടായിരുന്നല്ലോ. എന്തായാലും നമുക്ക് ഇനി എത്ര മണിക്കൂറുണ്ട്? 12:45. 9 മണിക്കൂർ കൂടുതൽ ഇനിയും വേണം. മോനെ ഇപ്പോൾ വന്നത് കണ്ണിപ്പോൾ വേദന എടുത്ത് തുടങ്ങി. എനിക്ക് അടയ്ക്കുമ്പോൾ കണ്ണിന് വേദന ഉണ്ട്. കണ്ണി കുരു വന്നാണ്. എന്തായാലും കാറിൽ പോയി ഇരിക്കേണ്ട, നമുക്ക് അവിടെ ഇവിടെയൊക്കെ തീരാപ്പാര നടക്കാം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 9 മണിക്കൂറും കൂടി. കൊടുങ്കാറ്റ് പെയ്ത കണക്ക് മഴ പെയ്ത് ഒറ്റയടിക്ക് ഒരിതും തരാതെ. കുടയൊക്കെ തുറക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നനഞ്ഞ്, പാൻറ്റും നനഞ്ഞ്, ഷർട്ടും നനഞ്ഞ്, എല്ലാം നനഞ്ഞ്. എനിക്ക് ഡ്രസ്സ് മാറാനൊന്നും ഇല്ല. അപ്പോൾ ഈ നനഞ്ഞ ഡ്രസ്സും വെച്ചുകൊണ്ട് ഞാൻ രാവിലെ ആക്കണം. നമുക്ക് പനി പിടിക്കാതെ നോക്കാം. 2-3 മിനിറ്റത്തേക്കാണ്ട് മഴ പെയ്യിട്ടുള്ളൂ. ഒടുക്കത്തെ കുത്തനെ പെയ്തു.
അടിപ്പോൾ മഴ പെയ്യുന്നില്ല. അല്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കുറേ നേരത്തെ കണ്ട് മഴ പെയ്തണക്കല്ലേ ഇപ്പോൾ കാണാൻ. ഞാൻ എൻ്റെ ബാഗും മറന്നു പോയായിരുന്നു തിയേറ്ററിനകത്ത്. ഞാൻ തിരിച്ചു പോയി എടുത്തത്. കുറച്ച് തണുപ്പുണ്ട്, നനഞ്ഞിരിക്കുന്നുണ്ട്. നീ ഒരു 8 മണിക്കൂറും കൂടി 1:30 8:30. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റി കേട്ടോ, മറ്റേ ആ പഴയ ടീഷർട്ട് എടുത്തിട്ട്. പാൻറ് ഇപ്പോഴും അത് തന്നെ നനഞ്ഞത്. ഞാൻ ഇന്നലെ തൊട്ട് ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് കണ്ണിക്കുരു വരും. കണ്ണിക്കുരു എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പം യെസ്, ലാക്ക് ഓഫ് സ്ലീപ്പ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഗെറ്റിംഗ് എ പിമ്പിൾ ഇൻ ദി ഐ, വീക്കൻ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വീക്കായി പോവും, ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ബേസിക്കലി ഒരു ദിവസം ഉറങ്ങാതായപ്പോൾ എൻ്റെ കണ്ണിക്കുരു വരെ വന്നത് ഇവിടെ. ഇതിൽ കൂടുതൽ എന്ത് പ്രൂഫാണ്? എൻ്റെ എല്ലാ ഒരു തീരുമാനമാണ്. ഞാൻ ക്യാമറയുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അല്ലാത്ത സമയമൊക്കെ എൻ്റെ മോനെ പറയണ്ട, വെറുതെ ഇപ്പോൾ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും മറ്റേ വണ്ടി പോയി ഇരുന്നേനെ. പക്ഷേ ഞാൻ ആ മൂവിക്ക് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ടാസ്ക്കാണ്. അത് ചാരാനുള്ള തൊട്ടും ഇരിക്കരുത്. ഇതിൻ്റെയൊക്കെ സൈഡ് തൊട്ടും ചാറാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എനിക്കൊന്നും പറ്റത്തില്ല അങ്ങോട്ട്. അതാണ് ഞാൻ ചാരും സ്ഥലത്തോട്ടും കാറിൽ പോകുന്ന ഇപ്പോൾ ഇരിക്കാതെ. തൽക്കാലം രാത്രി തന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ടൈം പാസ് ചെയ്യും. ഇതിന് 1-2 വണ്ടികളൊക്കെ അവിടെ നിന്ന് പോയി നോക്കിയിരിക്കും. എത്ര മണിയാണെന്ന് അറിയണ്ടേ? 3:08, 7 മണിക്കൂർ ഇനിയുണ്ട്. കംപ്ലീറ്റ് ഞാൻ ചെയ്യും. 8 മണിയൊക്കെ ആകുമ്പോഴാണ് ടാസ്ക് കൂടാൻ പോകുന്നത്. പീക്ക് എക്സോഷൻ എത്തിയിരിക്കുക. എനിക്ക് വലുതായിട്ട് മിണ്ടാകുന്ന താല്പര്യമില്ല. എന്നാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബോയ്സ്, ഇനി രാത്രി എനിക്ക് പകലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറെ ചായ കുടിച്ച് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കി രാവിലെ ആക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ 24 hours ഓപ്പൺ ആയ കാഫെ കോഫി ഡേയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങനെ വല്ലയിടത്തും കഴിച്ചിട്ടൊന്നുമില്ല. എന്തായാലും വലിയ ആൾക്കാരല്ല, നമുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ. ബോയ്സ്, അപ്പം ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇപ്പം ഡൈനിങ് ഇല്ലെന്ന്. പക്ഷെ ഓൺലൈൻ ഓർഡർ എടുക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് ഓൺലൈൻ ഓർഡർ കൊടുക്കാൻ പോകാം. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇവരുടെ കടയിൽ ഓൺലൈൻ ഓർഡർ കൊടുത്ത് നമ്മൾ മേടിച്ച് കഴിക്കും. ഓൺലൈൻ ഓർഡർ എടുത്തേ പറ്റുള്ളൂ. ഇവിടം വരെ പാതിരാത്രി വന്നെങ്കിൽ ഞാൻ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. എൻ്റെ നിങ്ങളുടെ ചേട്ടൻ കൺഫ്യൂസ് ആയിപ്പോയി. ചേട്ടൻ അടുത്ത് അവിടം വരെ ഇനി ആര് പോകാനാണ്? അപ്പോൾ ഈ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നേരെ എനിക്ക് ഇവിടെ തന്നിരുന്നെങ്കിൽ നേരെ കുടിക്കായിരുന്നു. ഇത്രയൊക്കെ പാക്ക് ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നു. ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യായിരുന്നു. ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് തന്നിരുന്നെങ്കിൽ. ഒരു കോൾഡ് കോഫിയും ഒരു ക്യാപ്പച്ചിനോ ഇതൊക്കെ കുടിച്ചാൽ ചിലപ്പോൾ ആവുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ എന്ത് കുടിച്ചാലും അതായിട്ടൊന്നും ആകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും കുടിച്ച് നോക്കാം. അതല്ല ഈ സമയം കഴിയാനും ഈ വഴി കിടന്ന് കറങ്ങാനും ഒക്കെ മെനക്കേട്. അടുത്ത ദിവസം രാവിലെ ഞാൻ പോകുന്ന ഇനി വെറും 4 മണിക്കൂർ മാത്രം. ഈ ചാലഞ്ച് പെട്ടെന്ന് തീർത്തിട്ട് എനിക്കൊന്ന് കുളിക്കുകയും ചെയ്യണമായിട്ട്. ഈ നനഞ്ഞ പാൻറ് ഒന്ന് മാറണം. എന്ത് അസ്വസ്ഥത. നനഞ്ഞ വേന ഉണ്ടായിട്ട് പോലും എനിക്ക് പൊക്കത്ത് ഞാൻ ഇങ്ങനെ ആ ചായ കുടിച്ചോണ്ട് കുറച്ച് നേരത്തേക്ക് ഇപ്പം എനിക്ക് അത്രയ്ക്ക് ഇതില്ല. പക്ഷേ ഫുള്ള് ഷോക്കും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ചായ ഓൾറെഡി എൻ്റെ ശരീരത്തിന് ഉറക്കം വേണമെന്നിരിക്കുന്ന സമയത്ത് ഞാൻ ചായ കുടിച്ചിട്ട് വേണ്ട എന്ന് പറയുമ്പം അത് അത്രയ്ക്ക് നല്ലതായിട്ട് പോകുന്നില്ല. ഇനി ഇത് ചെയ്തില്ല ഈ പരിപാടി. ഒരു 4 മണിക്കൂറും കൂടി. മോസ്റ്റ്ലി 4 മണിക്കൂർ പ്രോബ്ലം വരത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനലി ഞാൻ കാറിൽ തന്നെ വന്നിരിക്കാന്ന് വിചാരിച്ച്. ഏകദേശം 2 മണിക്കൂറൊക്കെ ബാക്കി. ഈ കണ്ണില്ലേ, കണ്ണിക്കുരുവുള്ള കണ്ണ് വേദന എടുക്കുന്നു. പിന്നെ ഉറക്കമായിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല എന്നറിയാം. ഞാൻ ഇരുന്ന് കുറേ നേരം അടുപ്പിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അപ്പം നല്ല സീൻ ഉറക്കം വരും. ഞാൻ ആ ചായ കുടിച്ചുകൊണ്ട് ഇപ്പം ഏകദേശം എല്ലാം കുളമായിരിക്കുക. എനിക്ക് ഉറക്കം ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് മയങ്ങി പോവുക അതും പറ്റും. എന്നാ പിന്നെ ഉറക്കം വലുതായിട്ട് ഇല്ല. 2 മണിക്കൂർ നീ 2 എൻ്റെ മാക്സ്. 3 ചെയ്താൽ ചിലപ്പോൾ എൻ്റെ ബോധമൊക്കെ തന്നെ പോകും. ചോര സമയമെടുത്താണ് ഞാൻ എന്ത് വരുന്നത്. സമയമെടുത്താണ് പറയുന്നത്. എൻ്റെ ഉള്ളതെല്ലാം പോയി മോനെ. എൻ്റെ കണ്ണിൽ കുരു വന്ന ഒരു ദിവസത്തിൽ. അപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാം എനിക്ക് എൻ്റെ ബോഡിക്ക് ഒടുക്കത്തെ ഹൈ ഡിമാൻഡ് ഉറക്കം എന്ന് പറയുന്നത്. ചാരിയ ഉറക്കം വരുമല്ലോ, തല ചാരിക്കുന്നില്ല. കുപ്പി എല്ലാം കാലിയായി. ഞാൻ കുറേ മുഖം കഴുകി. ഇനിയും മുഖം കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ട്. പക്ഷെ ഇപ്പം 1.5 മണിക്കൂർ 1.5 hour. Let's go. സത്യം പറയുകയാണെങ്കിൽ 48 മണിക്കൂറായി. ഞാൻ എഴുന്നേറ്റത് 6-7-7-7-7:30 6:30 സത്യം പറഞ്ഞു. പക്ഷെ ഞാൻ ചാലഞ്ച് സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് 10 മണി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഒത്തിരിക്കുക. 9 ആകുന്നതിന് 1/2 മണിക്കൂർ ഇവിടെ വെയിലൊക്കെ ഇറങ്ങി. എനിക്കൊന്നും ഉറങ്ങാതെ പിന്നെയും ഇന്നലെ രാവിലെ ആയപ്പോഴും എൻ്റെ ഉറക്കം ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം ഫുള്ളായിട്ട് പോകും. ഇപ്പം എൻ്റെ ഉറക്കം ഏകദേശം കുളമായെന്ന് തോന്നുന്നു. ഇന്നിനി ഉറക്കാൻ പറ്റുമോ എനിക്കിനി, അതാണ് ഡൗട്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 15-16 മണിക്കൂർ അടുപ്പിച്ച് ഉറങ്ങുന്നതാണ്. പക്ഷേ അത് നടന്നില്ലെങ്കിൽ ഇപ്പം എൻ്റെ മൈൻഡ് ഫുള്ളും കുളമാണ്. നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 53 മണിക്കൂർ അങ്ങോട്ട് ആയിട്ടുണ്ട്. എന്തായാലും നമ്മൾ 48 പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 9:56 കുറച്ചുള്ളൂ വൈൻഡപ്പ് ചെയ്യുക. ഞാൻ പോട്ടെ. ഇനി ഈ പരിപാടിക്കില്ല. ഇനി ഇങ്ങനത്തെ പരിപാടിക്ക് ഞാൻ ഇല്ല.